ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉമ്മിയുടെ കമ്പനിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോയ കഥയാണ് കേട്ടോ. ഞാനും അനിയത്തിയും വെയിലും കൊണ്ട് കൊരട്ടത്തേങ്ങയുടെ അവസ്ഥയായി. സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടൊന്നും കാര്യമില്ല, അമ്മാതിരി വെയിലായിരുന്നു. പിന്നെ നടന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ ഭൂതത്താൻകെട്ടിലോട്ടാണ് ഗൈസ്. ഭൂതത്താൻകെട്ടിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ട് ഗൈസ്, അത് അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് കളിച്ച് മരിക്കാം. പിന്നെ ഈ പച്ച ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറ കൊള്ളൂല, ആയതിനാൽ ഞാനത് ഫിൽറ്റർ വാരിയിട്ട് എടുത്തതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത്രയും കളറൊന്നും ഇല്ല, രണ്ടും ബംഗാളി പിടിച്ച എണ്ണങ്ങളാണ്. പിന്നെ നമ്മൾ പുട്ടുകാരി 8 ഒന്നും നോക്കിയില്ല. അതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് പോണ വഴി. നമ്മൾ അതിന് മുമ്പ് ഗേൾസിനൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അതായത് നമുക്ക് എല്ലായിടത്തും പോകണം, എവിടെയൊക്കെ ആൾക്കാർ പോകുന്ന അവിടെയൊക്കെ പോകണം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എപ്പോഴും ഇല്ലേ, ഉമ്മച്ചി കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ ട്രിപ്പൊക്കെ വിടും കേട്ടോ സ്കൂളിൽ നിന്ന്. പക്ഷെ ഉമ്മി അങ്ങനെ പോലില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഉമ്മി ട്രിപ്പ് പോകുന്നത്. ഉമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഉമ്മച്ചി ബസ്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിച്ചു. അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം ഞാൻ ഫ്രണ്ടിലായിരുന്നു. കണ്ടോ, ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് എടുക്കണം നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഗൈസ്, കുട്ടിയാണ് ഗൈസ് പകുതി ഉമ്മച്ചി. പക്ഷേ സുന്ദരി കുട്ടിയാണ് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ഞാനും ഉമ്മിയും ഞങ്ങൾ അവിടെ വായി നോക്കി നിൽക്കുകയാണ്, കാരണം അവിടെ അധികം അങ്ങനെ കാണാനുണ്ടായില്ല. ആ വെള്ളവും കാടും മാത്രം കാണാനുണ്ടായുള്ളൂ. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞാനും എന്തേ കണ്ട വേറൊരു പിച്ചക്കാരി, ഞങ്ങൾ വകയിലും മട വയറ്റി നിന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. മീൻ ചാടാത്തത് എന്താ, തേങ്ങ വീഴാത്തത് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധി കുറവാണ് ഗൈസ്. ഞങ്ങൾ കണ്ട കൈയും കൊടുത്ത് നിൽക്കണത് ഞങ്ങൾ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, കാരണം ഇച്ചിരി പ്രാന്ത് പറഞ്ഞിട്ടുണ്ടായി വെയിലൊക്കെ കൊണ്ടിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന്, അവിടെ എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ തുറന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ ചമ്മി നാർത്തി ഞങ്ങൾ ഭൂതത്താൻകെട്ട് തുറക്കാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. എനിക്കത് തുറന്നാലാണ് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പ്രിയ ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ ഗൈസ്, അവിടെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബോറടിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ 10 മണിക്കേ തുറക്കുള്ളൂ, സമയം 9:45 ഗൈസ്. ഞങ്ങളിനി കുറേ അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് ഭയങ്കര ഭ്രാന്ത് പിടിക്കുന്ന ഒരു പരിപാടിയാണ്. കുറച്ച് ക്യൂർനെസ് വാരി വിതറി ഗൈസ്. ബാക്കിലൊരു മരം കണ്ടോ, ആ കൊച്ചു കയറുന്ന മരം, പാത്തൂന് ഇണങ്ങും. സത്യം പറഞ്ഞാൽ അവൾ ആ മരത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഒരു പറഞ്ഞു എന്നോട്, എന്നെ കാണാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഭയങ്കര സന്തോഷം കിട്ടും. യൂട്യൂബിൽ നിന്നാളെ ബാനാവട്ടെ, വെള്ളി വർത്തമാനത്തിന് യൂട്യൂബിലാണ് ബാന. പിന്നെ ഇത് ഫിൽറ്ററാണ്, മാറാൻ കിട്ടുന്നത്. അത്രയും കളറൊന്നുമില്ല, ടൂക്കില്ല അടിക്കില്ല. എനിക്ക് ഇത്രയും കളറിട്ട് ചാടാം, എനിക്ക് ഇത്രയും കളറുണ്ട്. ബാക്കി നിങ്ങൾക്ക് വീഡിയോ അതിൻ്റെ അകത്ത് പോയിട്ട് തരാം ഗൈസ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോയിട്ടില്ല. ബാക്കി